ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നപ്പോഴേ നമുക്കൊരു ബോധമില്ല. ഇപ്പോൾ ദാ പബ്ലിക്കിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നു. എന്താ നമ്മളുടെ പ്ലാൻ? എന്താ നിങ്ങളുടെ പ്ലാൻ? ഇനി അങ്ങോട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ പബ്ലിക് എക്സാമിലേക്ക് ഇനി നമുക്ക് കഷ്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദാ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ തുടങ്ങി. യു ജസ്റ്റ് ഹാവ് ഓൺലി 2.5 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2.5 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താ നിങ്ങൾ കണ്ടത്? ഇത്രയും കാലം നമ്മൾ എന്താ ചെയ്തത്? അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ നിങ്ങളുടെ ഇനിയും ഭാവം? എടാ മക്കളെ, ഇനിയെങ്കിലും നിങ്ങൾ ആ എൻലൈറ്റ്മെൻറ്റിലേക്കൊന്ന് വാ. നിങ്ങളുടെ പബ്ലിക് എക്സാം ആവാറായി. നമ്മുടെ കയ്യിൽ ഇനി അധികം സമയമില്ല. ഇറ്റ്സ് 2.5 months ഇൻ ഫ്രണ്ട് ഓഫ് യു. സി, 2.5 മാസം എന്ന് പറയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് 60ഉം 15ഉം വെറും 75 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതോ 60ലേറെ ചാപ്റ്റേഴ്സ്. എന്താ നിങ്ങളുടെ പ്ലാൻ? നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയോ? ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ ഐ ഫോളോ ദിസ് സ്ട്രാറ്റജി, നിങ്ങൾ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും പഴയ മോഡലാ. നമ്മുടെ ഹാഫ് ഇയർലിക്ക് കിട്ടിയ മാർക്ക് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി ഞാൻ പഠിക്കും, എൻ്റെ പബ്ലിക് എക്സാമിന് ഞാൻ ഇത് ഭയങ്കര അടിപൊളിയാക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഹാഫ് ഇയർലിൻ്റെ അന്നത്തെ അതേ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഓരോരുത്തരും ഇരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ എന്ത് പ്ലാൻ എടുത്തേ, നിങ്ങൾ എന്ത് സ്ട്രാറ്റജി എടുത്തേ എന്നുള്ളത്. എടാ, നമ്മുടെ മുന്നിൽ ഇനി അധികം ദിവസങ്ങളില്ല. ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയാ? ഇതുവരെ ഞാനിത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ദിസ് ഈസ് എ ലാസ്റ്റ് ചാൻസ് ഫോർ യു. നിങ്ങൾക്ക് ഇനി അധികം സമയമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ മുന്നിൽ ഇനി വെറും 75 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് ഓൾമോസ്റ്റ് 70 ചാപ്റ്റേഴ്സോളം നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. അതായത് ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ചിട്ട് പഠിച്ചാൽ തന്നെ തീരുമെന്ന് തോന്നില്ല. ആ രീതിയിൽ നമ്മളുടെ മുന്നിൽ നമ്മളുടെ സിലബസ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മളൊരു ബോധവും ഇല്ലാതെ, യാതൊരുവിധ പ്രിപ്പറേഷനും ഇല്ലാണ്ട്, യാതൊരുവിധ എൻലൈറ്റ്മെൻറ്റും ഇല്ലാണ്ട്, പിന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ റിപ്പോർട്ട് കാർഡിൽ വരുന്ന മാർക്സിനെ കുറിച്ചോ യാതൊരു ബോധവും ഇല്ലാതെ ഇപ്പോഴും നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ കണ്ട ഡ്രീംസും നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷൻസും ഇതൊക്കെ ബാക്കിയുള്ളവർ കൊണ്ടുപോകും. ഇതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്റർടൈൻമെന്റ്സ് ഇല്ല, അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ കണ്ണിലുള്ളത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് എന്ത് മാത്രം? അവരുടെ പബ്ലിക് എക്സാം അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് കാർഡ് വരുന്ന സമയത്ത് അവരത് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണിൽ തുള്ളണം അവരുടെ സന്തോഷം. അവർക്ക് 95+ എബവ് മാർക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാവും പകലും ഇല്ലാണ്ട് പണിയെടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഇതുവരെ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ എത്ര ബാക്കിലാണ് നിങ്ങളെന്ന്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയില്ല, ദിസ് ഈസ് റിയാലിറ്റി. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള റിയാലിറ്റി. നിങ്ങൾ ആ ഫാക്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളുടെ സമയം മൊത്തം വേസ്റ്റ് ചെയ്തു അല്ലേ? വളരെ അടിപൊളിയായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മുടെ കിട്ടിയ സമയം മൊത്തം നമ്മൾ വേസ്റ്റ് ചെയ്തു. ഗെയിം കളിച്ചിട്ടോ എൻ്റർടൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അടിപൊളിയായിട്ട് സമയം വേസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയും ഇതാണ് നിങ്ങളുടെ ഭാവം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പ്ലീസ് ഗെറ്റ് ഇൻ ടു ദാറ്റ് യുവർ മൈൻഡ്. മനസ്സിലാക്ക്. അതായത് ഇനിയുള്ള നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു 75 ദിവസം നിങ്ങളൊരു കറക്റ്റ് പ്ലാനോട് കൂടി, കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി, ഉള്ളിൽ ആ ഒരു ബോധത്തോടു കൂടി നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ റിസൾട്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും. നമ്മളുടെ 10th CBSE റിസൾട്ട് കണ്ട് നമുക്ക് കരയേണ്ടി വരും. നിങ്ങളുടെ പാരൻസിന് തല കുണിക്കേണ്ടി വരും. നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു കണ്ടിട്ട്, നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രൗഡ് മൊമെന്റ് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാരൻസിന് അതൊരു പ്രൗഡ് മൊമെന്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ പണിയെടുത്ത് തുടങ്ങണം മക്കളെ. ബട്ട് ദാറ്റ് ഡസൻ കെയർ. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് എന്താ? ദാറ്റ് ഡസൻ കെയർ. നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു? ഡസൻ കെയർ. നിങ്ങളുടെ ഹാഫ് ഇയർലിൽ മാർക്ക് കുറഞ്ഞോ? ഡസൻ കെയർ. നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു 75 days നിങ്ങൾ എങ്ങനെ ചെലവഴിക്കാൻ പോകുന്നു? ദാറ്റ് ഓൺലി മാറ്റേഴ്സ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു പ്ലാൻ ഇല്ലാണ്ട്, ഒരു കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാണ്ട്, കൃത്യമായിട്ട് നിങ്ങളുടെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഒരിക്കലും നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ പോകുന്നില്ല. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടോപ്പർ ആൻഡ് എ ലൂസർ. നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാർ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോഴെന്നല്ല, അവരെപ്പോഴോ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഇനിയും ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ബാക്കിലായിട്ട് പോകും. നമ്മളുടെ ഡ്രീംസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ റിസൾട്ട് വേണം.
ആ റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ രാവിലെ പകലും ഇല്ലാണ്ട് ഒരു മിനിറ്റ് കിട്ടിയാൽ ആ മിനിറ്റ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് പണിയെടുക്കാൻ നിങ്ങൾ റെഡി ആവണം. ആ പണിയെടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്നവരത് കൊണ്ടുപോകും. അന്നേരം നമ്മളിങ്ങനെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അന്നേരം നമുക്ക് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. അന്നേരം അന്ന് ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സമയം ഞാൻ കുറച്ചും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാലോചിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഫ്രം ടുഡേ, ഫ്രം ദിസ് സെക്കൻഡ് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അക്കം ഇട്ട് അല്ലെങ്കിൽ നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യണം, എഴുതി വെച്ചിട്ട് അത് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പണിയെടുക്കണം. നിങ്ങൾക്ക് ഒരുപാട് സിലബസ് നിങ്ങളുടെ മുന്നിലുണ്ട്, ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓൾമോസ്റ്റ് 70 ചാപ്റ്റേഴ്സ് എക്സ്ക്ലൂഡിങ് യോ ലാംഗ്വേജസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം 70 ചാപ്റ്ററോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ 70 ചാപ്റ്റർ നമ്മൾ എങ്ങനെ പഠിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ വേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോഴുള്ള നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആയിട്ട് വരാൻ പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ റിവിഷൻ ചെയ്യാൻ പോകുന്ന ടൈമാണ്. നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? നിങ്ങൾക്കിത് വേണ്ടേ? നിങ്ങൾക്ക് A1 വേണ്ടേ? നിങ്ങൾക്ക് 95+ എബവ് മാർക്ക് വേണ്ടേ? ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കൂല. സോ ഗെറ്റ് ഇൻ ടു യുവർ സെൽഫ്. നിങ്ങളുടെ മനസ്സിലത് പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങൾ 95+ വാങ്ങാൻ പോകുന്ന ഒരു കുട്ടിയാണ്, നിങ്ങൾ ഫുൾ A1 വാങ്ങാൻ പോകുന്ന ഒരു കുട്ടിയാണ്, ലൈഫിൽ കണ്ട ഡ്രീംസ് മൊത്തം അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണ്, ലൈഫിൽ കണ്ട ഡ്രീംസ് മൊത്തം ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണ്, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റി തൻ്റെ പാരൻസിനെ പ്രൗഡാക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്. നിങ്ങളുടെ സ്വന്തത്തോടെ തന്നെ നിങ്ങൾ ആരാന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിയാണെന്നുള്ളത് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക. എന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ പണിയെടുത്തിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എയിമിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, നിങ്ങൾ നടന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോടാ മക്കളെ, ആ ഒരു ഹാപ്പിനെസ് ഫീലിംഗ് ഉണ്ടല്ലോ, ലോകത്ത് വേറെ ഒന്നിനും തരാൻ പറ്റൂല. സോ വർക്ക് ഫോർ ഇറ്റ്. നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. എങ്ങനെ പണിയെടുക്കേണ്ടി വരും? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് നമുക്ക് ചാപ്റ്റർ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതിന് നിങ്ങളുടെ മുന്നിലുള്ള ഏക വഴിയാണെന്ത്? ചാപ്റ്റർ 1 ഷോട്ട്സ്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും 1 ഷോട്ട് പഠിക്കുക. ആ 1 ഷോട്ട് പഠിച്ചിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓരോ ചാപ്റ്ററിലും ഓരോ കൺസെപ്റ്റ്, എന്തൊക്കെ കൺസെപ്റ്റ് പറയുന്നുണ്ടെന്ന് നമ്പർ ഇട്ട കൺസെപ്റ്റ് പക്ക തറവാക്കിയിട്ട് 1 ഷോട്ട് കണ്ടിട്ട് പഠിക്കുക. ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? NCERT മറക്കരുത്. കാരണം NCERT എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ NCERT ഒരിക്കലും മറക്കരുത്. NCERT വായിച്ചിട്ടുണ്ടാവണം. പക്ഷേ ചാപ്റ്ററിൻ്റെ ക്ലാസ്സസ് പോയിട്ട് എന്ത് ചെയ്യരുത്? 4, 5, 10 മണിക്കൂറുള്ള ക്ലാസ്സസ് കണ്ടിട്ട് ഇനി നമുക്ക് പഠിക്കാൻ കഴിയില്ല. സോ യു നീഡ് 1 ഷോട്ട്സ്, യു നീഡ് ലോവർ ഡ്യൂറേഷൻ ക്ലാസ്സസ്. അപ്പോൾ ആ ക്ലാസ്സസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക, NCERT വായിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പക്ഷെ പലരും ചെയ്യാത്തൊരു കാര്യമാണ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസിങ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈവൻ ബുക്സ് മെറ്റീരിയൽസ് ആയിട്ട് ഓസ്വാൾ അല്ലെങ്കിൽ ഗോൾഡൻ ഇവരൊക്കെ ഇറക്കുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഫുൾ സോൾവ്ഡ് സാധനങ്ങൾ കിട്ടും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും, നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ കിട്ടും. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തോ. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, ഉപകാരം എന്താ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പല കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഒരുപാട് അങ്ങോട്ട് വായിക്കും, ഇതിലൊരു കാര്യമില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് മൂഡാണ് ഇപ്പോൾ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലല്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ 50% ക്വസ്റ്റ്യൻസും എന്താ? കോമ്പറ്റീറ്റീവാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല. ആ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിച്ച് വെറുതെ നിങ്ങളുടെ ബുക്ക് ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഇഫ് യു വോണ്ട് ടു ക്രാക്ക് ഇറ്റ്, നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ നിങ്ങളുടെ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവണം, ക്വസ്റ്റ്യൻ ബാങ്കുകൾ എടുത്തിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഇതിനെല്ലാം കറക്റ്റ് പ്ലാനും എക്സിക്യൂഷനും വേണം. ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്നൊരു സംശയം വരുന്നുണ്ടെങ്കിൽ വി ആർ ഹിയർ ഫോർ യു വിത്ത് ക്രാഷ് പ്രോ ബാച്ച് ഫോർ ക്ലാസ് 10 CBSE സ്റ്റുഡൻസ്. ഞാനത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എജുപോർട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ബാച്ച് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് എ ക്രാഷ് പ്രോ ബാച്ച്. ക്രാഷ് പ്രോ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നവംബർ 17-നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ബാച്ച് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ നവംബർ 17 തുടങ്ങുന്ന ബാച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 60 days പ്ലാൻ. നിങ്ങൾക്ക് കയ്യിൽ 75 ദിവസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തരാൻ പോകുന്നത് 60 days പ്ലാൻ ആണ്. ഈ 60 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നല്ലേ കാണിച്ചു തരാം. നോക്ക്, നവംബർ 17 മുതൽ ജാനുവരി 21 വരെ ക്ലാസ് 10 CBSE എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഫ്രം നവംബർ 17
ടു ജാനുവരി 21 ആണ് നമ്മളുടെ ഡേറ്റ്. ആ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് തീർക്കും. യെസ്, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ തരാൻ പോകുന്നത് ചാപ്റ്റർ വൈസ് MCQ ടെസ്റ്റുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് MCQs, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻ MCQസാണ്. ആ MCQs ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ തരാൻ പോകുന്നത് ഡെയിലി പ്രാക്ടീസ് പേപ്പേഴ്സ്. ഓരോ ദിവസവും ആ കംപ്ലീറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഓരോ DPPs പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. പ്ലസ് മാത്തമാറ്റിക്സും അത് വിത്ത് വീഡിയോ സൊല്യൂഷൻസ് ആണ് കേട്ടോ. DPP നമ്മൾ വെറുതെ തരല്ല, വിത്ത് വീഡിയോ സൊല്യൂഷൻസ് ആയിരിക്കും ഫോർ മാത്സ് ആൻഡ് ഫിസിക്സ്. കാരണം മാത്സിനും ഫിസിക്സും ആണ് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നത്. വെറുതെ DPP മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതും കൂടെ പഠിക്കണം. സോ അതിന് വീഡിയോ സൊല്യൂഷൻസ് വെച്ചിട്ടാണ് DPP ഞങ്ങൾ തരാൻ പോകുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് ജാനുവരി 22 മുതൽ ഫെബ്രുവരി 17 നമ്മുടെ എക്സാം തുടങ്ങുന്നത്. ഫെബ്രുവരി 10 വരെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 14 യൂണിറ്റ് വൈസ് മോഡൽ എക്സാംസ് ആണ്. 14 മോഡൽ എക്സാം ആണ് ബാക്ക് ടു ബാക്ക് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഫ്രം ജാനുവരി 22 ടു ഫെബ്രുവരി 10 വരെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 14 മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ ആൻഡ് കോംപ്രഹെൻസീവ് റിവിഷൻ ക്ലാസ്സസ്. നിങ്ങൾക്ക് ലൈവായിട്ടും അല്ലാണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, റിവിഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഫ്രം ഫെബ്രുവരി 11 ടു ഫെബ്രുവരി 17 നമ്മളുടെ എക്സാം നടക്കുന്ന തലേന്ന് വരെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എക്സാം ഫോക്കസ്ഡ് ലൈവ് സെഷൻസ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ഫൈനൽ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രഡിക്ഷൻസ് ടു. ആ ലെവലിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. ആൻഡ് ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു സ്മോൾ, അല്ലെങ്കിൽ എന്തോ ചെറിയ സംഭവം എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ പിന്നെന്താ പറയുക, ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് 95+ലാണോ, ദിസ് ബാച്ച് ഇസ് എ റൈറ്റ് ഓപ്ഷൻ ഫോർ യു. ആൻഡ് ഈ ബാച്ചിന് അധികം ഫീയും കാര്യങ്ങളൊന്നും ഉണ്ടെന്നിട്ട് പേടിക്കണ്ട. നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് 3999 ആണ്. ബട്ട് ഏർലി ബേർഡ് ഓഫർ ആദ്യത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രം നമ്മൾ ഏർലി ബേർഡ് ഓഫർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടു ഫോർ 3499. അതുകൊണ്ട് ഇനി അധികം വെയിറ്റ് ചെയ്യണ്ട മക്കളെ. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമോ നിങ്ങളുടെ റിസൾട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഇങ്ങനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ ആ ഒരവസ്ഥ നമുക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ പേരൻസിന് നമ്മളൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് കം ടു അസ്, വി ആർ ഹിയർ ഫോർ യു. ഇത് ഞങ്ങളുടെ ബാച്ച് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വാചകടിക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ്സ് ഇസ് നോട്ട് ഫോർ ദാറ്റ്. പക്ഷേ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനൊരു ഹെൽപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് ഇല്ലാണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി അധികം ആലോചിക്കാൻ സമയമില്ല. ടേക്ക് അപ്പ് യുവർ ഫോൺ, ടേക്ക് ദ ഗൂഗിൾ ഫോം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ടാവും. ജസ്റ്റ് രജിസ്റ്റർ ഇറ്റ്, ജസ്റ്റ് കം ടു അസ്, ഹാവ് എ ബ്ലാസ്റ്റ്.